എന്തായാലും അള്ളാഹുവിന്റെ കഴിവിലുള്ള ഒരു വിശ്വാസം കുറഞ്ഞു വന്നൊരു കാലഘട്ടം. ഇവിടെ നമുക്ക് ചിന്തിക്കാം, സമ്പന്നരെവിടെ പോയി? ഈ രാജ്യത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ ഭൂരിഭാഗവും സർക്കാർ ചെലവഴിക്കുന്നത് ഈ രാജ്യത്തിന്റെ ജിയോളജിക്കൽ ശാസ്ത്രത്തിന് വേണ്ടിയാണ്. ആ ജിയോളജിക്കൽ ശാസ്ത്രത്തിന്റെ സയൻസ് ഡിപ്പാർട്ട്മെന്റിന് വരാൻ പോകുന്ന കാലവർഷത്തിന്റെയും കാലവർഷക്കെടുതിയുടെയും പ്രവചനങ്ങൾ പ്രവചിച്ച് ജനങ്ങൾക്ക് സുരക്ഷ നൽകുക എന്നത് അവരുടെ ഡ്യൂട്ടിയാണ്. എന്നിട്ട് ഒരു കാലവർഷത്തിന്റെ ശാസ്ത്രജ്ഞനും ഒരു ജിയോളജിക്കൽ ശാസ്ത്രജ്ഞനും ഇങ്ങനൊരു ദുരന്തത്തിന്റെ സൂചന പോലും നൽകാൻ കഴിയാതെ കഴിഞ്ഞു പോയിട്ട് ഇങ്ങനെ പ്രവചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നാം മാറിയിരിക്കുകയാണ്. ഇന്നലെ വരെ കോടീശ്വരനായ ആള് അയാൾ കൈ നീട്ടുന്ന ഒരു നേരത്തെ ഭക്ഷണത്തിനാണ്, ഒരു നേരത്തെ വസ്ത്രത്തിനാണ്, ഒരു നേരത്തെ ആഹാരത്തിനാണ്. ഇന്നലെ വരെ അവൻ കോടീശ്വരനാണ്, ആരോഗ്യമുള്ളവനാണ്, കുടുംബത്തോടൊപ്പം കഴിഞ്ഞവനാ. അല്ലാഹ് പറയുന്നു, അവരിലേക്ക് അത് രാവിലോ പകലോ ദുരന്തങ്ങൾ വരും. ആ ദുരന്തത്തിന്റെ വ്യാപ്തി റബ്ബ് തആല പഠിപ്പിച്ചത് കാലം തഗനബില്ലം. ഇന്നലെ അങ്ങനെ ഒരു നാടുണ്ടായത് ഇന്നത് കാണുന്നില്ലല്ലോ. ഇവിടെ ഇന്നലെ ഒരു രാജ്യമുണ്ടായിരുന്നു, ഇവിടെ ഇന്നലെ ഒരു പട്ടണമുണ്ടായിരുന്നു, ഇവിടെ ഇന്നലെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അതൊന്നും കാണുന്നില്ലല്ലോ. ഇന്നലെ ഇങ്ങനെ സംഭവം ഇല്ലതുപോയ രൂപത്തിലാക്കി ആ നാടിനെ അല്ലാഹു തആല അട്ടിമറിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് മഴകളിൽ റഹ്മത്തിന്റെ മഴയുണ്ട്, അദാബിന്റെ മഴയുണ്ട്. മഴ എന്ന് പറഞ്ഞാൽ റഹ്മത്തിന്റെ മഴയും അദാബിന്റെ മഴയും ലോകത്ത് രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ ചരിത്രം പരിശോധിച്ചാൽ മഴ വർഷിക്കാൻ സമുദായം ഇസ്തിഗാസ നടത്തിയത് ഹബീബായ നബി തങ്ങളോടും അവിടുത്തെ മാദിഹീങ്ങളും ആശിഖീങ്ങളുമായ ഔലിയാക്കളോടാണ്. ഇതുപോലത്തെ ദുരന്തങ്ങൾ ഏർപ്പെട്ട സമയത്തൊക്കെയും ആ മഴയൊന്ന് നിന്ന് കിട്ടാൻ, വെള്ളപ്പൊക്കം നിന്ന് കിട്ടാൻ സമുദായം അവലംബിച്ചതും ഹബീബായ നബി തങ്ങളെയാ, അവിടുത്തെ മാദിഹീങ്ങളോ, അവിടുത്തെ ആശിഖീങ്ങളോ. അല്ലാതെ ടെക്നോളജിക്ക് കഴിയില്ല, സയൻസിന് കഴിയില്ല. അങ്ങനല്ലേ? ഹബീബായ നബി തങ്ങളെ മുന്നിൽ വന്നിട്ട് സഹാബത്ത് പറയാൻ അത്തൈനാക വല്ലദ്റാ തുദ്മീല ബാനഹാ വഖദ് ശഗലതും സബീയലിതുഫിലി. ഉമ്മമാരമാരിടത്തിലെ മുലപ്പാലുകൾ പോലും രക്തങ്ങളാണ്. ഞങ്ങളെ കൃഷികളൊക്കെ ഉണങ്ങുകയാണ്, ഞങ്ങൾക്ക് മഴയില്ല, വെള്ളമില്ല. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുന്നു, മഴ പെയ്യുന്നു. ആ മഴയങ്ങ് കൂടുമ്പോഴേക്ക് അവരോടി വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇനി ഈ മഴ പെയ്താൽ ഇവിടെ അപകടകരമാണ്, ഇവിടെ വെള്ളപ്പൊക്കമാണ്, നാശത്തിന്റെ വക്കിലാണ്, ഞങ്ങൾക്ക് മഴ വേണ്ട നബിയേ. ഹബീബായ നബി തങ്ങളൊന്ന് പറയണ്ട താമസം, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ. അപ്പോഴേക്ക് മഴയങ്ങ് നിൽക്കുന്നു, മഴയങ്ങ് മാറുന്നു. സഹാബത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ കാണാൻ കഴിയും, പൂർവികരുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും. അതുകൊണ്ട് നമുക്കിന്ന് മഴ കൂടിയാലും മഴയില്ലെങ്കിലും
ഹബീബായ നബിതങ്ങളുമായുള്ള ഒരു ബന്ധം മഴ കിട്ടാനും ആവശ്യമാണ്, മഴ നിൽക്കാനും ആവശ്യമാണ്. ഇസ്ലാമിക ശരീഅത്തിൽ ഒരാണ് ഒരു വ്യതിചരിക്കാതെ ഇസ്ലാമിന് വിരുദ്ധമായി എന്ത് കണ്ടാൽ അവിടെ പടവെട്ടാൻ ഷഹീദായ കിസ്റാവും കൈസറും നെട്ടുന്നതാ. മിസ്രിൽ മുഖൗഖിസ് കേട്ടുടൻ വിറക്കുന്നതാ. അവരൊക്കെ കാലഘട്ടങ്ങളിലും എന്ത് സംഭവിച്ചാലും ആ സമുദായം ഹബീബായ നബിതങ്ങളോട് തേടുന്നു, മഴ വേണം. നിൽക്കാനും അവര് തേടുന്നു അല്ലാഹുവിന്റെ ഹബീബിനോടാൻ. ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ കാലം നൈൽ നദിക്ക് വെള്ളപ്പൊക്കത്തിന്റെ വക്കിലാണ്, രാജ്യത്ത് വലിയ ദുരന്തത്തിന്റെ വക്കിലാണ്. ഈ കാലഘട്ടങ്ങളിൽ സുന്ദരിയായ ഒരു പെണ്ണിനെ അണിഞ്ഞൊരുക്കിയിട്ട് ആ വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കാതെ ആ നൈൽ നദി അടങ്ങുകയില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ മദീങ്ങളും ആശിഖീങ്ങളുമായ ഔലിയാക്കള് ഭരണം നടത്തുമ്പോ അവര് പറഞ്ഞ മറുപടി, ഹബീബായ നബിതങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യില്ല. ഞങ്ങൾ ഹബീബായ നബിതങ്ങളിൽ നിന്ന് പഠിച്ചതാണ്. അതുകൊണ്ട് പൊട്ടിയൊലിച്ചിട്ട് വലിയ ഒരു ദുരന്തത്തിന്റെ വക്കിലെത്തിച്ച, വെള്ളപ്പൊക്കത്തിന്റെ വക്കിലെത്തിച്ച നൈൽ നദിയോട് ചലിക്കാൻ ആവശ്യപ്പെട്ട് ഒരു കത്തങ്ങെഴുതിയ ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹു കടലിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ആ കടലിൽ സുനാമിയുടെ വക്കിലെത്തുകയാണ്. കപ്പലതാ മറിയാൻ അടുക്കുകയാണ്. കരയിൽ സുനാമിക്ക് സാധ്യതയാണ്. ജനങ്ങൾ പൊട്ടിക്കരയുന്നു. അതിൻ്റെ ഒരു മൂലയിൽ ഒന്നും അറിയാതെ ഇബ്രാഹിമിന് അദ്ഹം തങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. ആളുകൾ വന്നിട്ട് പറയുന്നു, മഹാനവറുകളെ, ഒരു വലിയ വെള്ളപ്പൊക്കത്തിൻ്റെ വക്കിലാണ്, ഒരു സുനാമിയുടെ വക്കിലാണ്. കപ്പൽ പോലും മുങ്ങാനടുക്കുകയാണ്. കാറ്റും കോളും ബന്ധിക്കുകയാണ്. ഉരുൾപൊട്ടാനൊരുങ്ങുകയാണ്. ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹു ആ വലിയ തിരമാലകൾ അടിച്ച് സുനാമിയിലേക്ക് ഒരുങ്ങുന്ന അത് വെള്ളത്തിലേക്ക് നോക്കിയിട്ട് ഒരൊറ്റ വാക്കാണ്, അല്ലാഹുമ്മ 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 ഖദ് അറൈതനാ ആതാറ അദാബിക ഫാരിനാ ആതാറ റഹ്മതിക യാ റബ്ബു യാ അല്ലാഹ്. ഈ ജനങ്ങൾ മുഴുവനും നിന്റെ അദാബ് കണ്ടു അല്ലാഹ്. നിന്റെ അദാബിന്റെ അടയാളം ഞങ്ങൾക്ക് കാണിച്ചു തന്നു അല്ലാഹ്. ഞങ്ങൾ എത്ര സമ്പന്നരായാലും, എത്ര കൊട്ടാരങ്ങളിൽ താമസിച്ചാലും, എത്ര പണം ഞങ്ങൾക്ക് നൽകിയാലും, എത്ര സ്വാധീനമുണ്ടായാലും ആ ജനങ്ങളെ മുഴുവനും വിറപ്പിക്കാൻ, ജനങ്ങളെ കണ്ണീരിലാഴ്ത്താൻ, ജനങ്ങളെ വിഷമിപ്പിക്കാൻ ഒരു നിമിഷമേ നിനക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഫാരിനാ ആതാറ റഹ്മതിക, നിന്റെ റഹ്മത്തിന്റെ അടയാളം ഞങ്ങൾക്കൊന്ന് കാണിച്ചു കൊണ്ട് അല്ലാഹ്. പറയണ്ട താമസം. വെള്ളപ്പൊക്കം ഒതുങ്ങി, കാറ്റ് ഒതുങ്ങി, എല്ലാം ശാന്തമായി. അതുകൊണ്ട് ഇനി മഴ പെയ്താൽ ഭീഷണി വക്കിലാണെന്ന് പ്രവചിക്കുന്നവരുണ്ട്. ഇനിയുള്ള മഴ അദാബിന്റെ മഴയിലേക്ക് നീങ്ങുകയാണ്. അപ്പോഴാ നമ്മൾ പാടേണ്ടത്, യാ അക്റമൽ ഖൽഖി മാ ലിമൻ നാരൂദു ബിഹി സിവാക ഇൻദ ഹുലൂ
ലിൽഹദീസിൽ അമീമി. വ്യാപകമായ ദുരന്തങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, വ്യാപകമായ ട്രാജഡികളാണ്. അതുകൊണ്ട് അല്ലാഹ് ഞങ്ങൾക്കൊരു രക്ഷ തരണം. ആ രക്ഷ തരാൻ സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതരായ നബിയെ തങ്ങളല്ലാതെ ഞങ്ങൾക്കൊരഭയമില്ല. ഇമാം ബുസീരി തങ്ങളെ വരികൾ അതാണ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകം നശിപ്പിക്കാനും രാജ്യത്തെ നശിപ്പിക്കാനും അള്ളാഹുവിന് സിമ്പിളാണ്. അതുകൊണ്ട് ഇന്നൊരു പക്ഷേ നമ്മുടെ മനസ്സിലുണ്ടാകും, നിങ്ങൾക്കറിയില്ലേ, മമ്പർത്തപ്പാപ്പയുടെ അത്ഭുതം പറയുമ്പോ കഷ്ടം മീരുൾ കാടലിന് കപ്പക്കാരും വിളിച്ചന്ന് കാട്ടി വെളിച്ചം ചൂട്ടൊന്ന് കാട്ടിയുടെ തെങ്ങിൻ മോളുന്ന് കിട്ടി വെളിച്ചം റാഹത്തായി കപ്പക്കാരും സലാമത്തായി. ആ കറാമത്തൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുകയാണ്, ഇവിടെ ജിയോളജിക്കലില്ലേ, കാലാവസ്ഥാ നിരീക്ഷകന്മാരില്ലേ, സയൻസുകളില്ലേ? ഞാൻ ഒലിയാക്കട ആവശ്യമില്ല. ലൈറ്റ് ഹൗസ് ഉണ്ട്, വയർലെസ് ഉണ്ട്, സംവിധാനങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ മുഹറം നമ്മുടെ തുടക്ക വർഷമാസമാണ്. ചിന്തിക്കാൻ വേണ്ടിയാണ് ഈ ഖസീദത്തുൽ ബുർദ നമുക്ക് ആവശ്യമായത് മുത്തുനബിന്റെ മുന്നിൽ സമർപ്പിക്കാനുള്ള ഒരു വേദിയാണ്. ഓരോ ബുർദ ചെല്ലുമ്പോഴും കുണ്ടൂർ ഉസ്താദിന്റെ ഹദറ ചെല്ലാണ്, യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സയ്യിദി യാ ഹബീബല്ലാഹ്. അള്ളാഹിന്റെ ഹബീബിനെ വിളിക്കണം. ആ വിളിയിൽ അഭയം കണ്ടെത്താൻ കഴിയണം. ദുരന്ത ഭൂമികളിൽ ശമനത്തിനുള്ള വഴിയാണ് ആ ഒരൊറ്റ വിളി. ഇമാം ബൂസി തങ്ങൾ വിളിച്ച വിളി അതാണ്. ഓരോ ആഴ്ചയിലും ആശിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദിന്റെ തിരുമുമ്പിൽ ഹബീബായ തങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, എന്താണ്? ഇല്ലം യകും ഫീമാ ദി ആഖിദം ബിയദി ഫളലം ബോ ഇല്ലാ ഫഖുൽ യാ സല്ലതൽ ഖദമി. ആഖിറത്തിന്റെ വഴിപഴച്ചു പോയാലും ദുനിയാവിൽ നാം വഴുതി പോണാലും ഒരു പിടിക്കയറിന് അള്ളാന്റെ ഹബീബിന് ആവശ്യമാണ്. അതുകൊണ്ടാണ് സഹാബത്തുൽ കിറാം നബിയെ മഴ വേണം ദുആ ചെയ്യുന്നു. വരണ്ട ഭൂമിയിൽ മഴ പെയ്യുന്നു. ആഴ്ചകളോളം നീണ്ട മഴയങ്ങ് കൂടിയപ്പോ ഒരു ഉരുൾപൊട്ടലിന്റെ, ഒരു ദുരന്തത്തിന്റെ, ഒരു വെള്ളപ്പൊക്കത്തിന്റെ വക്കിലെത്തിയപ്പോൾ ആ സഹാബത്ത് ഓടി നബിയെ വലൈസാ ലനാ ഇല്ലാ ഇലൈകാ ഫിറാറുനാ ഫൈനാ ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റുസുലി. കോടികൾ ചെലവഴിച്ച കാലാവസ്ഥ നിരീക്ഷകന്മാരുണ്ട്, ജിയോളജിക്കൽ ശാസ്ത്രജ്ഞന്മാരുണ്ട്. അവർക്കൊന്നും ഞങ്ങളെ പിടിച്ച് രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഞങ്ങൾ കോടി വരാൻ തങ്ങളാണുള്ളത് നബിയെ. അതുകൊണ്ട് മഴ മതി നബിയെ, ഉടനെ മഴ നിന്ന് കിട്ടണം. ഞങ്ങൾ മഴ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഈ മദീന വെള്ളത്തിലാണ്. ഞങ്ങളെ മക്കളൊലിച്ചു പോകും, ഞങ്ങളെ സ്വത്തൊലിച്ചു പോകും, ഞങ്ങളെ വീടൊലിച്ചു പോകും. ഞങ്ങൾക്ക് മഴ മതി നബിയെ. ഒരാഴ്ചയായി ഞങ്ങളെ മദീനയിൽ മഴ നിന്നിട്ടില്ല. ഹബീബായ തങ്ങൾക്ക് അല്ലാഹുമ്മ ഹബാലൈന വല അലൈന എന്ന് പറയേണ്ടതേ ഉള്ളൂ. പിന്നെ മഴ പെയ്തിട്ടില്ല.
അതാണ് ആശിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദിൻ്റെ ആശയത്തിൽ എവിടെയും ഹബീബായ നബി തങ്ങളിൽ അഭയം കണ്ടെത്താൻ കഴിയണം. ഉസ്താദിൻ്റെ 19ാമത്തെ ഉറൂസ് ഈ വരുന്ന സെപ്റ്റംബർ 2 മുതൽ 5 നടക്കുകയാണ്. ആ ഉറൂസിൻ്റെ സന്ദേശം ഹബീബായ തങ്ങളിലേക്ക് നിങ്ങളെത്തണം. അപ്പോഴേ നിങ്ങൾ അള്ളാനെ അറിയൂ, അപ്പോഴേ നിങ്ങൾ ആബിദാകൂ, അപ്പോഴേ നിങ്ങൾ വലിയാകൂ, അപ്പോഴേ നിങ്ങൾ ആലിമാകൂ, അപ്പോഴേ നിങ്ങൾ മുഹിബാകൂ. അപ്പം നിങ്ങൾക്കെല്ലാം ഹബീബായ തങ്ങളിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. സഹാബത്തുൽ കിറാം നേടിയെടുത്തതും താബീങ്ങൾ നേടിയെടുത്തതും പിൻതലമുറക്കാർ നേടിയെടുത്തതും ഈ ഒരൊറ്റ മദ്ഹിലും ഇസ്കിലും മഹബത്തിലും മാത്രമാണ്. അല്ലാത്തതെല്ലാം തകർച്ചയാണ്. നിങ്ങൾ പറയൂ, മമ്പർത്തപ്പാപ്പാൻ്റെ കാലഘട്ടത്തിൽ ലൈറ്റ് ഹൗസ് ഇല്ല, വയർലെസ് ഇല്ല, പവർ ഹൗസ് ഇല്ല, ജിയോളജിക്കലില്ല. കപ്പിത്താന്റെ സുനാമിയിൽ നിന്ന് രക്ഷിക്കാൻ മമ്പറം തങ്ങളെ എന്ന് വിളിച്ചാൽ തങ്ങപ്പാപ്പ അഭയം കൊടുത്തിട്ടുണ്ട് അവർക്ക്. നിങ്ങൾ ആലോചിക്കണം, ഇന്ന് നിങ്ങളൊക്കെ നികുതിപ്പണം അടക്കുന്നുണ്ടെങ്കിൽ സർക്കാരിൻ്റെ ഭൂരിഭാഗം നമ്മുടെ ഫണ്ടും ചെലവഴിക്കുന്നത് ഈ ശാസ്ത്ര നിരീക്ഷണത്തിന് വേണ്ടി മാത്രമാണ്. എന്തിന്? എപ്പോൾ കാറ്റടിക്കും, എപ്പോൾ മഴ പെയ്യും, എപ്പോൾ കൊടുങ്കാറ്റടിക്കും, എപ്പോൾ ഉരുൾപൊട്ടും, മാറി താമസിപ്പിക്കാൻ പര്യാപ്തമായി ജനങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കാനാണ്. ഒരാൾക്ക് പോലും പ്രവചിക്കാൻ കഴിഞ്ഞില്ല. ഒരൊറ്റ രാത്രി കൊണ്ട് അള്ള പറഞ്ഞു അത്താഹ ലൈലും, അവർക്ക് രാത്രിയിലോ പകലിലോ എൻ്റെ പരീക്ഷണം വന്നാൽ കാലം തകനബിൽ അംസ്, ഇന്നലെ ആ നാടുണ്ടായോ എന്ന് പറയാൻ പോലും കഴിയില്ല. അതല്ലേ കാണാൻ കഴിഞ്ഞത്. ചിന്തിക്കാൻ അതൊരു വയനാടാകാം, അല്ലെങ്കിൽ മറ്റൊരു നിലമ്പൂരാകാം, ഓരോ വർഷങ്ങളിലും ഓരോ ഭാഗങ്ങളിലാകാം. ചിന്തിക്കണം, നമ്മുടെ വീടുകളും നാമും കൂടുതൽ കൂടുതൽ സ്വലാത്തിലും മദ്ഹിലും മിസ്കിലും ഹബീബായ നബിതങ്ങളിലേക്ക് അടുക്കാൻ ഇത് പര്യാപ്തമാകണം. അള്ളാഹു ചിന്തിക്കുന്ന കൽബുകളോടെ ധാരാളം സ്വലാത്തുകൾ ചൊല്ലി ഹബീബായ തങ്ങളെ മഹബത്തിൽ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ കുണ്ടൂർ ഉസ്താദിൻ്റെ ബറക്കത്ത് കൊണ്ട് നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.